ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണിക്ക് തന്നെ എണീറ്റു. കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് സെല്ലിൽ ടൈം ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഡെയിലിയും ചെയ്യുന്നതും കൊണ്ട് ചെയ്യാത്തപ്പോൾ എനിക്കൊരു ഫീലായി, അതുകൊണ്ട് വീണ്ടും കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തതാണേ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഇന്നും വിളക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഭഗവാനെ, എനിക്കിന്നും വിളക്ക് വയ്ക്കാൻ സാധിപ്പിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. എന്നത്തെയും പോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് വിളക്കൊക്കെ വെച്ചു. അതേപോലെ തന്നെ ഉമ്മറപ്പടിയിലും അതേപോലെ തുളസി തറയിലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം സാമ്പ്രാണിയും ചന്ദനത്തിനും കൽപ്പൂരമൊക്കെ കാണിച്ചു, സ്കന്ധഷഷ്ടിയൊക്കെ വായിച്ചു. എന്നത്തെയും പോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ രാവിലെ വിളക്കൊക്കെ വെക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്താണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു അമ്പലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താണ്. അപ്പോൾ എവിടെ പോകാം എന്നിങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തപ്പോൾ ദൂരെയൊന്നും പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വിളക്ക് വെക്കണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മളിത് കാട്ടുശ്ശേരി അയ്യപ്പൻകാവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിർത്തി നമ്മൾ പൈസ ഇട്ടിട്ടാണ് പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പൈസ ഇട്ടിട്ട് പോയാൽ നമുക്ക് ഒരു തടസ്സം ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലാ ട്രാവലിലും നമ്മൾ ഇവിടെയാണ് പൈസ ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചു, അയ്യപ്പൻ്റെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ, പൈസയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അമ്മയില്ല, അമ്മമ്മയ്ക്ക് ചെറുതായിട്ടൊരു കാലിലൊരു ഫ്രാക്ചർ പോലെ ഉണ്ട്. അപ്പോൾ അമ്മമ്മ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അമ്മയില്ല ഇന്ന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മമ്മയ്ക്ക്, പക്ഷെ ചെറുതായിട്ടൊന്ന് കാല് തെന്നിയതാണ് കേട്ടോ. ഒടിവൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു പ്രശ്നം. അപ്പോൾ അമ്മേനെ ഇല്ലാണ്ടാണ് ഞങ്ങളിന്ന് പോണത്. അപ്പോൾ അതിലൊരു സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ അമ്പലം കണ്ടതിന് ശേഷം പറഞ്ഞു അമ്മേനെ എന്തായാലും ഈ സൺഡേ എന്തായാലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെറിയമ്മ, ചെറിയച്ഛൻ, വിഷ്ണു, ചേച്ചി, കുട്ടികളെല്ലാവരും കൂടി പോവാണ്. അപ്പോൾ റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കറക്റ്റ് നമുക്ക് റൂട്ടൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ അമ്പലം ഉള്ളത് കോയമ്പത്തൂരിലാണ്. നമ്മൾ കഞ്ചിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് കയറാം കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരിക്ക് അങ്ങോട്ട് പോകണ്ട. എന്നാൽ കോയമ്പത്തൂരാണോ ചോദിച്ചാൽ കോയമ്പത്തൂരാണെന്നും പറയാം കേട്ടോ. കേരളമാണോ ചോദിച്ചാൽ കേരളമാണെന്നും പറയാം. രണ്ടും ബോർഡറുകൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. വേലന്താവളം CMS എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ അഡ്രസ്സിലേക്ക് വരും കേട്ടോ. അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞാൽ പതിമലൈ ബാലമുരുകൻ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ബാലമുരുകൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലന്താവളം പതിമലൈ ബാലമുരുകൻ ടെമ്പിൾ CMS കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോ. CMS എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് അടിച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് റൂട്ട് കാണിക്കുകയുള്ളൂ. ഒരുപാട് പേര് ഇതുപോലെ റൂട്ടൊക്കെ ഇട്ടിട്ട് മല ചുറ്റി നമുക്ക് റൂട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ വരാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് റൂട്ട് പല ഭാഗത്തേക്ക് കാണിക്കും. അപ്പോൾ ഇത് ചെറിയ ഇടുങ്ങിയൊരു വഴിയാണ്. അപ്പോൾ നിങ്ങൾ റൂട്ടൊന്നും മാറി പോവാതെ കറക്റ്റ് റൂട്ടിൽ തന്നെ വരാൻ ശ്രമിക്കുക. അതേപോലെ റൂട്ട് നമ്മൾ നോക്കി വന്നാലും ഇടയിലൊക്കെ ചോദിച്ച് വരിക കേട്ടോ ആൾക്കാരോട്. കറക്റ്റ് ആ മാപ്പിനെ വിശ്വസിച്ചിട്ടൊന്നും വരണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്താ വെച്ചാൽ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗുഹ ഇവിടെ മൊത്തം മലേൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ട് റൂട്ട് മാപ്പ് നിന്നിട്ടുണ്ട് കാറ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് റൂട്ടിൽ വരിക കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ബാലമുരുകൻ ടെമ്പിളിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3000 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. 3000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ ബാലമുരുകൻ ടെമ്പിൾ, പതിമലൈ ബാലമുരുകൻ ടെമ്പിൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്സിൻ്റെ സൈഡിൽ കാടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ എന്താ പറയുക, ഒരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആദ്യകാലത്ത് മനുഷ്യന്മാരും സന്യാസികളൊക്കെ ഇവിടെ വന്നിട്ട് താമസിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ 3000 വർഷം മുമ്പ് ഒരുപാട് പേര് ഇവിടെ അമ്പലങ്ങൾ നടത്തിയിട്ടുണ്ട്, പൂജ ചെയ്തിട്ടുണ്ട്, തേര് അടക്കം വലിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അതെല്ലാം വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിത് അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ താഴത്തു നിന്ന് തന്നെ നോക്കുമ്പോൾ ഞാൻ കുറേ റീൽസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ അമ്പലത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ എന്തായാലും ലീവല്ലേ, അപ്പോൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. നമ്മൾ ആ കേവിൻ്റെ സൈഡിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികളെയൊന്നും കൊണ്ട് നമ്മൾ എന്നിട്ട് പോയില്ല. പക്ഷേ ഈ സ്റ്റെപ്സിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഒരു ചെറിയൊരു ഗുഹ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കേവ് എന്നാണ് ഇവിടെ പറയുന്നത്. അത്രമാത്രം അതല്ല, എന്നാലും സന്യാസിമാരൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നമ്മൾ അമ്പലത്തേക്ക് മാത്രമാണ് വന്നത്.
ഇനി എപ്പോഴേലും ഫ്രീ ആയിട്ട് വരുമ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പഞ്ചാമൃതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ താഴെ ഉള്ളത് വിനായകൻ്റെ അമ്പലമാണ്. അപ്പോൾ മുരുകൻ്റെ വേലിനെ ആദ്യം ഇവിടെ സ്റ്റെപ്സിൻ്റെ അവിടെ ഒരു വേലുണ്ട്, ആ വേലിനെ പ്രാർത്ഥിച്ച് പൂജയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഗണപതിനെ പ്രാർത്ഥിച്ച് ഇവർ പൂജയൊക്കെ ചെയ്യും, അഭിഷേകമൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും മുകളിലേക്ക് കയറും. അതിന് ശേഷം ഇടുമ്പൻ്റെ അമ്പലമുണ്ട്, അവിടെ പൂജിച്ചതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയി ദേവീക്ഷേത്രം ഉണ്ട് അവിടെ, ദുർഗാദേവിയാണ് തോന്നുന്നു, കറക്റ്റായിട്ട് ദുർഗാദേവിയാണോ കാളിദേവിയാണോ എന്നറിയില്ല, മൊത്തത്തിൽ ഒരു ദേവിയുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് പൂജ ചെയ്ത് വീണ്ടും പിന്നെ ബാലമുരുകൻ ടെമ്പിളിലേക്ക് പോകും കേട്ടോ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ പൂജാരി പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു നമ്മൾ പൗർണമി ദിവസമാണെന്ന്, അപ്പോൾ പുരട്ടസി മാസം പൗർണമി ഭയങ്കര സ്പെഷ്യലാണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ് എപ്പോഴും പൂജ ഉണ്ടാവാറ്. 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള അമ്പലമാണ്. അതേപോലെ തന്നെ 3000 വർഷമായി നമ്മളിത് 12 മണിക്ക് തന്നെ അത്ര എന്നും പൂജ ചെയ്യാട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. അമാവാസി ദിവസം ഭയങ്കര സ്പെഷ്യലാണ് ഈ അമ്പലത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ എന്താ പറയുക കുറിയൊക്കെ പറയില്ലേ, അതുപോലെ അരുൾവാക്കൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുണ്ടാവാത്തവർ, പിന്നെ എന്താ പറയുക കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ജോലി കിട്ടാത്തവർ, അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്നിട്ട് ഇവിടെ അരുൾവാക്ക് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയ ദിവസം വളരെ സ്പെഷ്യൽ ഡേ ആയിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞത് രാവിലെ നേരത്തെ പോയി, എന്താ വെച്ചാൽ ഇവിടുത്തെ പൂജ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 9:30 ആകുമ്പോഴേക്കും അമ്പലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ പൂജാരിയോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ, പിന്നെ എക്സ്ട്രാ പൂജാരികളൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു കാണുന്ന ഈ പൂജാരികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇത്രയും താഴെ നിന്ന് ഈ വേലും ഗണപതിയും ഇടുമ്പനി ദേവീനി എല്ലാം പൂജിച്ചതിന് ശേഷം മാത്രമാണ് മുകളിൽ 12 മണിക്ക് മുരുകന് അഭിഷേകവും അതേപോലെ തന്നെ പൂജയും ചെയ്യുള്ളൂ. അതുവരെ നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വരുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ഇതായി, ഇനിയിപ്പോൾ 12 മണി വരെ നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു ഇതായി. ശരി, എന്തായാലും ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ നമുക്ക് താഴെ ഒന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചത്, സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ മലയാണ്, സ്റ്റെപ്സൊക്കെ കുറേ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്നും നടക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെയും കൊണ്ട് പറഞ്ഞിട്ടാണ് രാവിലെ നേരത്തെ വന്നത്. പക്ഷെ നമുക്ക് എന്താ പറയുക അത്ര ചൂടൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റെപ്സ് കയറുമ്പോഴും അതേപോലെ തന്നെ ചൂടൊന്നും അറിയില്ലായിരുന്നു. അതേപോലെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് 10 മിനിറ്റ് മതി കേട്ടോ, കറക്റ്റ് 10 മിനിറ്റ് മതി നമുക്ക് മേലെ കയറാൻ, താഴെ ഇറങ്ങാനും 10 മിനിറ്റ് മതി. 20 മിനിറ്റ് കൊണ്ട് നമുക്ക്, അതായത് കറക്റ്റ് ഒരു ½ ആൻ അവറിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ദർശനം നടത്തിയിട്ട് വരാം കേട്ടോ. അത്ര ദൂരമേ ഉള്ളൂ. കാണുമ്പോൾ നമുക്കൊരു വലിയ മലയും കുറേ സ്റ്റെപ്സുകളുണ്ട് നമുക്കിങ്ങനെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിറയെ തോന്നും, പക്ഷെ അത്രയൊന്നും ഹൈറ്റും ഇതൊന്നും ഇല്ല കേട്ടോ. അമ്പലത്തേക്ക് എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഈ ഒരു അമ്പലത്തേക്ക് എന്തായാലും വരണം. നല്ലൊരു അടിപൊളി അമ്പലമാണ്. അതേപോലെ 3000 വർഷം മുമ്പുള്ള ബാലമുരുകൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. അതേപോലെ നല്ല ശക്തിയുള്ള മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വിനായകനെ തൊഴുതിട്ട് വേണം മുകളിലേക്ക് കയറാൻ. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് കയറണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വിനായകനെ തൊഴുകയാണ്. അപ്പോൾ ഇവിടെയാണ് പൂജ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പനിനീര് കൊണ്ടും തൈര് കൊണ്ടും പാലഭിഷേകവും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മഞ്ഞൾ കൊണ്ടും എല്ലാം അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു, അഭിഷേകങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇത്രയും അഭിഷേകമൊക്കെ വിനായകനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു, അങ്ങനെ അഭിഷേകിച്ചിട്ട് ആ മഞ്ഞളുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവരും തൊട്ടോളൂ, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെയൊക്കെ പൂജാരി ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ചെറിയമ്മ വേഗം അത് കവറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അഭിഷേകമൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്നു. പക്ഷേ കുറച്ച് നേരമൊക്കെ മുകളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുക തൊഴുതിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര് പിന്നെ പതുക്കെ ഇരുന്ന് സാവധാനത്തിൽ മല കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നാൽ ശരി രണ്ടും കൽപ്പിച്ചിട്ട് എന്നാൽ പോവാം, നമുക്ക് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ താഴെ വിനായകനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വെയിലിനെയും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ആദ്യം വിനായകനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിൽ കയറേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ മലയാണ് കയറാൻ പോകുന്നത്. അപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പടി ചവിട്ടി കയറുന്നത് കൊണ്ട് പടി ചവിട്ടിയിട്ട് തന്നെയാണ് ഈ അമ്പലത്തേക്ക് കയറുക. അപ്പോൾ നമ്മൾ ആദ്യം വിനായകനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ അമ്പലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ വേലാണ് ആദ്യം അലങ്കരിക്കുക, അതിന് ശേഷമാണ് വിനായകനെ അലങ്കരിച്ച് എല്ലാ പൂജകളും ചെയ്ത് കേട്ടോ.
ഇവിടെയും കൂടി നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ അത്രയും താഴ്ത്തുന്നത്, ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഈ താഴ്ത്തുന്ന നമ്മൾ ഒരു പകുതി ദൂരം എത്തിയിട്ടുണ്ട്. ഈ സ്റ്റെപ്സ് കണ്ടോ, ഇപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒന്നല്ല, ഇവിടെയുള്ള പാറ പൊട്ടിച്ച് സ്റ്റെപ്പാക്കിയതാണ് കേട്ടോ. കണ്ടോ പീസ് പീസ് കല്ലുകൾ കിടക്കുന്നുണ്ട് എന്താ. അപ്പോൾ ഈ പാറേനെ ഇവർ സ്റ്റെപ്സ് ആക്കി എടുത്തിരിക്കുകയാണ്. അത്ര നമുക്ക് കുന്നുപോലെയൊന്നും തോന്നില്ല, എന്നാലും നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു ക്ഷീണമല്ല, ഒരു എന്താ കിതപ്പ്. അത് സ്റ്റെപ്സ് കയറി ഉണ്ടാവില്ലേ കിതപ്പ്, ആ ഒരു കിതപ്പുണ്ട്. പിന്നെന്താ പറയുക, വെയിലില്ലാത്തത് കൊണ്ട് കുറച്ച് കയറാൻ എളുപ്പമുണ്ട് കേട്ടോ. എൻ്റെ മുടിയൊക്കെ കിതയ്ക്കുക. ഇതിനൊക്കെയാണ് വെയിറ്റ് കുറയുന്നത്. നല്ല കാലാവസ്ഥ. നല്ല രസം. കുറച്ച് സ്റ്റെപ്സ് കയറി പിന്നെ നിൽക്കുക, അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇതാട്ടോ ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം പോലെ ഇല്ല. ഒരുപാട് ഫിലിംസൊക്കെ സീരീസൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്. കിണർ എന്താ കുളമുണ്ട്, കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയാ കുളം നോക്കിയതാ, നല്ല രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ വിചാരിച്ചത് കുളമാണെന്നാണ്, പക്ഷെ അത് കുളമല്ല കേട്ടോ. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അത് കുളത്തിൻ്റെ ഒരു അതേപോലെ തന്നെ ഉണ്ട്, പക്ഷെ ഇത് കിണറാണ് കേട്ടോ. ഇപ്പോൾ പോരാൻ വേണ്ടിയിട്ട് മറ്റേ കപ്പിക്കാരൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് വെള്ളം എടുക്കുന്നതുണ്ടോ. അതായത് ഈ ഭാഗത്ത് നീരുറവിയുണ്ട്, അവിടെ അമ്പലത്തിൽ തുറന്നു തോന്നുന്നു. ഇതിൽ നീരുറവയുണ്ട് അത്ര. ഈ പാറകൾ, ഈ പാറേൻ്റെ ഇടയിലുള്ള നീരുറവയാണ് ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ മുരുക എന്താ പറയുക, ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത്രയും പാറയുടെ നടുവിൽ ഉറവ ഇറങ്ങി, അതായത് ഉറവയിലുള്ള വെള്ളം. പക്ഷേ എനിക്കെല്ലാം ഉളർന്നു. നീരുറവ കിണറൊക്കെ ഉണ്ടാവില്ലേ, കിണറിലിപ്പോൾ എങ്ങനെയാണ് ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്നത്, അതേപോലെ പാറേൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഉറവായിട്ട് വരുന്ന വെള്ളം അത്ര. അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് തന്നെ മുരുകൻ്റെ അനുഗ്രഹം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നുവെച്ചു എങ്ങനെയുണ്ട് പൊന്നൂസേ, കണ്ടോ എന്തൊരു ഭംഗിയുള്ള സ്ഥലം ഈശ്വര കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. എത്തിയത് തന്നെ അറിഞ്ഞില്ല, അധികം സ്റ്റെപ്സുകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. ഇത് ഒരു കൊടിമരം പോലെയുള്ള സംഭവമാണ്. അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ, ഇല്ലെങ്കിൽ വീഡിയോ എടുക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതേപോലെ കന്തശഷ്ടി വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം മൊബൈലിൽ ടവറൊക്കെ കിട്ടുമെന്ന് നോക്കി വേഗം മൊബൈലിൽ ഡാറ്റ ഒക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം വേഗം മൊബൈലിൽ നോക്കി കന്തശഷ്ടിയൊക്കെ വായിച്ചു കേട്ടോ. അപ്പോൾ വളരെ ഹാപ്പിയായി. നല്ല ഭംഗിയുള്ളൊരു മറ്റേ രൂപമാണ് നമ്മുടെ ഭഗവാന്റെ എന്ന് പറയാം കേട്ടോ. മുരുക ഭഗവാനെ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ബാലമുരുകൻ എന്ന് പറഞ്ഞാൽ ചെറിയ മുഖമല്ലേ, പൊതുവേ മുരുകനെ കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നും കൂടി ക്യൂട്ടായി തോന്നി കേട്ടോ നമുക്ക്. പിന്നെ ഒരു 11:30 ആകാറായപ്പോൾ കൂടുതൽ പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടൈമിങ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പോയത്. പക്ഷേ ഒരുപാട് പേര് ആ ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ താഴെ അന്നദാനം ഉണ്ട്. അന്നദാനം മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ, പൗർണമി ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം.
അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. പൗർണമി ദിവസം അത്രയും സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള ദിവസം നമുക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ഓരോരോ റൂം പോലെയൊക്കെയാണ് അമ്പലങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടായിരിക്കാം ഇങ്ങനെ പകുതി പകുതി ആയിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ അത്രമാത്രം പരിപാലനം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരുപാട് പേര് ഡൊണേഷനൊന്നും അങ്ങനെ കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു അമ്പലമൊന്നുമല്ല. സാധാരണ ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു വിട്ടത് തമിഴ്നാട് പൊരട്ടസി ഒന്നും പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ രാമായണ മാസമല്ലേ അതുപോലെയാണ് തമിഴ്നാട്ടിൽ ആന്ധ്രയിലൊക്കെ ഈ പൊരട്ടസി മാസം പിടിക്കുക. നോൺ വെജ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മുരുകൻ്റെ അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമിയാണ്. പൗർണമി ദിവസം ഭയങ്കര സ്പെഷ്യൽ അത്ര ഈ അമ്പലത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. രാവിലെ നേരത്തെ എത്തി. ഉച്ചപൂജ അത്ര നല്ല സ്പെഷ്യലായിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയായി. എന്താ പറയുക, ഒരുപാട് ദൂരം ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കയറാൻ പറ്റിട്ടോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രാർത്ഥിച്ചു, സന്തോഷമായി. സ്കന്ദഷഷ്ടി വായിക്കുന്നതിലൂടെ ഇങ്ങനെ പുതിയ പുതിയ മുരുകൻ്റെ അമ്പലത്തിൽ കയറാൻ പറ്റിയത് എന്താ പറയുക, വളരെ സന്തോഷം. അപ്പോൾ എന്താ ഇവിടെ ഭയങ്കര കാണാൻ എന്താ പറയുക, എന്തൊരു രസം അറിയാം. അത്ര മനോഹരമാണ് കേട്ടോ. ഇപ്പം സമയം എത്രയെന്നറിയോ? 12:13 കേട്ടോ. 12:15 നടുവിച്ചാണ് ഈ വെയിലത്ത് ഈ കാലത്ത് പഴുത്തിരിക്കേണ്ട പാറയാണിത്. പക്ഷെ ഒരു ശകല ചൂട് പോലും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. പക്ഷെ നമ്മൾ 12 ദൂരെ നടക്കുമ്പോഴേ അറിയുള്ളൂ അമ്മാതിരി വെയിലാണ് കേട്ടോ. ഈ വെയിലത്ത് ഒരു ചൂടും നമുക്ക് ഏൽക്കുന്നില്ല. അത്രയും വെയിലായിട്ട് അതേപോലെ തന്നെ നമുക്ക് കാലും ചൂടുന്നില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനെയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ടർക്കിയൊക്കെ എടുത്തിട്ട് വന്നിട്ടായിരുന്നു. പക്ഷേ സുഖമായിട്ട് നമുക്ക് ഇറങ്ങാനും പറ്റി, കയറാനും പറ്റി. അത് മുരുകൻ്റെ ഒരു അനുഗ്രഹം മാത്രം കേട്ടോ. എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നും നമുക്ക് ഈ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. അത്രയും നല്ലൊരു അമ്പലം പറഞ്ഞാൽ അത്രയും ഒരു നല്ല അമ്പലമാണ് കേട്ടോ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു കേട്ടോ അമ്പലം. എന്തായാലും നിങ്ങളിതേ ഒരു പ്രാവശ്യം ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ അത്രയും അടിപൊളിയാണ്. നല്ലൊരു ദർശനമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് താഴെ എത്തിയിട്ടോ. അപ്പോഴേക്കും ചെറിയമ്മയും ചെറിയച്ഛനും കുട്ടികളെല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചത് ഈ കോലുമുട്ടായി ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കണ്ണൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും ചേച്ചിയും അതേപോലെ ഏട്ടനുമാണ് ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ ഏട്ടൻ വേഗം വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് വേഗം ഫുഡൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയാണ് ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് വാങ്ങണം കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഭഗവാൻ ഇങ്ങനെ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അലങ്കാരം ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു സ്ക്രീൻ ഇടുമല്ലോ. അതിന് ശേഷമല്ലേ നമുക്കത് മാറ്റിയിട്ടല്ലേ നമുക്ക് ഭഗവാനെ കാണുമ്പോൾ പൂജ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ക്രീൻ ഇടുമ്പോൾ മുരുകൻ്റെ പിക്ചർ ഉള്ളൊരു ക്ലോത്താണ്. ആ ക്ലോത്ത് ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ മുരുകൻ്റെ പിക്ചറുള്ളൊരു ക്ലോത്ത് ഇങ്ങനെ കീറിയിട്ട് കാണുമ്പോൾ നമുക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ക്ലോത്തിനുള്ളൊരു ക്യാഷൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എന്നിട്ട് സൺഡേ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും വരണം, നമ്മൾ പുതിയതായിട്ട് എന്തായാലും സ്ക്രീന് പോലത്തെ അത് വാങ്ങിയിട്ട് നമ്മൾ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഹാപ്പി ആയി. അപ്പോൾ നമുക്ക് ഈ സൺഡേ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതെന്താ ലെമൺ സാദം, പിന്നെ ചട്നി അടിപൊളിയല്ലേ? നിങ്ങളവിടെ നിന്നില്ലല്ലോ, അയാൾ വിളിച്ചപ്പോ. ഈ മലയാളി വേറെ ഹോട്ടലുകളൊന്നുമില്ല. ഇങ്ങനെ പ്രസാദം അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചു. നമ്മൾ 2-3 പ്രാവശ്യം ചോദിച്ചാൽ അവർ തരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം വാങ്ങി കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലെമൺ റൈസ് ആ ചട്നി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറച്ചു, മനസ്സ് നിറഞ്ഞു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിനി വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നും. അത്രയും നല്ലൊരു അമ്പലമാണ്.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പതിമലൈ മുരുകൻ ബാലമുരുകൻ ടെമ്പിളിൽ എന്തായാലും വരാൻ ശ്രമിക്കുക കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സന്തോഷം നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സ്കന്ദഷഷ്ടി ബുക്ക് ചിലവർക്കൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് കമൻറ്റിൽ കണ്ടു. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ കുറച്ച് ബുക്ക് കൂടി അയക്കാനുണ്ട്. അപ്പോൾ അതിലാണോ നിങ്ങളുടെ അഡ്രസ്സ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വിഷമിക്കേണ്ട, എല്ലാവർക്കും ബുക്ക് ഞാൻ അഡ്രസ്സ് അയച്ചവർക്കൊക്കെ എന്തായാലും കിട്ടും കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പിൻകോഡ് വെച്ചിട്ട് അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ പിൻകോഡ് വെച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ചാനലിൽ നിന്നും കൂടി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.